ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ചാവേർ വിഭാഗമായ മജീദ് ബ്രിഗേഡ് ബലൂചിസ്ഥാനെ തുർബിത്തിന് സമീപം പാകിസ്ഥാൻ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ കഴിഞ്ഞ ദിവസം ചാവേർ ആക്രമണം നടത്തുകയുണ്ടായി. ആക്രമണത്തിൽ 47 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും 30-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ടർബർ ടൗണിൽ നിന്നും 8 കിലോമീറ്റർ അകലെ ബഹ്മാൻ ഏരിയയിലാണ് ആക്രമണം നടന്നതെന്ന് ഗ്രൂപ്പിന്റെ വക്താവ് സയ്യാൻ ബലോച്ച് പറഞ്ഞതായി പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. കറാച്ചിയിൽ നിന്നും ടർബത്തിലെ ഫ്രോണ്ടിയർ കോർപ്സ് ആസ്ഥാനത്തേക്ക് പോവുകയായിരുന്ന 5 ബസ്സുകളും 7 സൈനിക വാഹനങ്ങളും ഉൾപ്പെടെ 13 വാഹനങ്ങളുടെ വ്യൂഹമാണ് അക്രമികൾ ലക്ഷ്യമിട്ടത്. പാകിസ്ഥാനെ വല്ലാതെ വട്ടം കറക്കിയ ഈ BLA ബലൂച്ച് ലിബറേഷൻ ആർമി എന്ന പേരിലും അറിയപ്പെടുന്നു. ബലൂച്ചിലെ വംശീയ ദേശീയ തീവ്രവാദ സംഘടനയാണിത്. ഈ സംഘം പ്രധാനമായും തെക്കൻ അഫ്ഗാനിസ്ഥാനിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും ഇവിടെ നിന്നും അയൽരാജ്യമായ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ആക്രമണം നടത്തുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവർ പലപ്പോഴും പാകിസ്ഥാൻ സായുധ സേനയുടെയും സാധാരണക്കാരെയും വിദേശ പൗരന്മാരെയും ലക്ഷ്യമിടുകയും ചെയ്യുന്നുണ്ട്. ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്ന് മോചിപ്പിക്കുക എന്നതാണ് BLAയുടെ ലക്ഷ്യം. ഇവർ ബലൂചിസ്ഥാന്റെ വിശാലമായ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുകയും മേഖലയിൽ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുകയും ചെയ്യുന്നതായി പാകിസ്ഥാൻ സർക്കാർ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ബലൂചിസ്ഥാനിൽ സജീവമായ ഏറ്റവും വലിയ സായുധ സംഘമായി BLAയെ കണക്കാക്കപ്പെടുന്നു. BLAയ്ക്ക് ആയിരക്കണക്കിന് അംഗങ്ങളുണ്ടെന്നാണ് വിദഗ്ധർ ഇപ്പോൾ വിശ്വസിക്കുന്നത്. ബലൂച്ച് ലിബറേഷൻ ആർമി 20 വർഷത്തിലേറെയായി സജീവമാണ്. കൂടുതലും ചെറിയ ആക്രമണങ്ങളാണ് ഇവർ നടത്തുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പാകിസ്ഥാനിൽ ഇവർ നിരവധി വലിയ ആക്രമണങ്ങൾ നടത്തുന്നു. ബലൂച്ച് ലിബറേഷൻ ആർമി, ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട്, ബലൂച്ച് രാജി അജോയ് സംഘാർ, മറ്റു സംഘടനകൾ എന്നിവ സൈനിക സേനയെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും സഖ്യകക്ഷികളെയും ലക്ഷ്യമിട്ട് നൂറുകണക്കിന് ആക്രമണങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മൊത്തത്തിൽ ഈ ഗ്രൂപ്പുകൾ 938 ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. 1002-ലധികം മരണങ്ങൾക്കും 689 പേർക്ക് പരിക്കേൽക്കുന്നതിനും കുറഞ്ഞത് 546 സ്വത്ത് നാശങ്ങൾക്കും ഈ ആക്രമണങ്ങൾ കാരണമാവുകയും ചെയ്തു. BLA 2024-ൽ 302 ആക്രമണങ്ങൾ നടത്തി. 580-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 370-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 21 ജില്ലകളിലായി 240 മേഖലകളിൽ പ്രവർത്തനം നടത്തുന്നതായി സംഘം അവകാശപ്പെടുകയും ചെയ്യുന്നു.